തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും VPP മുസ്തഫയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന ഇടമാണ്. ഇടതു കോട്ടയാണ് തൃക്കരിപ്പൂർ. ആ കോട്ട പിടിക്കുന്നതിന് വേണ്ടിയാണ് സന്ദീപ് വാര്യരെ ഇത്തവണ UDF നിയോഗിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും ഈ വാശി കാണാൻ കഴിയുമായിരുന്നു. CITU പ്രവർത്തകർ സന്ദീപ് വാര്യരെ തടഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു. അതിനുശേഷവും സംഘർഷമുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം പോലും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായതാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസവും പോളിംഗ് ദിവസവും സംഘർഷം ഉണ്ടാവുകയാണ്. സന്ദീപ് വാര്യർ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ LDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അവിടെ കള്ളവോട്ട് നടക്കുന്നു എന്നുള്ളതായിരുന്നു UDFന്റെ ആരോപണം. പക്ഷേ യഥാർത്ഥ ആൾ തന്നെയാണ് വോട്ട് ചെയ്യാൻ എത്തിയത് എന്നതായിരുന്നു LDFന്റെ അവകാശവാദം. ഇതിനിടെയാണ് സന്ദീപ് വാര്യർ എത്തിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തൃക്കരിപ്പൂരിലെ പുത്തിലോട്ട് എന്നുള്ള സ്കൂൾ, അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക് സന്ദീപ് വാര്യർ പോലീസുമായും തർക്കിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ ബൂത്തിനുള്ളിൽ കയറി പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി. ഇതാണ് LDF പരാതിയായി ഉന്നയിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ല. ഇവിടെ LDF പ്രവർത്തകൻ കള്ളവോട്ട് ചെയ്യാൻ എത്തി എന്നുള്ള വിവരം അറിഞ്ഞാണ് സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യർ സ്കൂളിൽ എത്തിയത്. ആ സമയത്ത് ബൂത്തിനുള്ളിൽ സ്ഥാനാർത്ഥി കടക്കുകയും അവിടെ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് LDFന്റെ പരാതി. അതിനിടെയാണ് സന്ദീപ് വാര്യരെ അവിടെ തടഞ്ഞതും അവിടെ LDF പ്രവർത്തകരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായതും. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പുത്തിലോട്ട് AUP സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡും മികച്ച പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. വടക്കൻ കേരളത്തിൽ പൊതുവേ നല്ല പോളിംഗ് ആണ് ഇത്തവണയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തൃക്കരിപ്പൂരിൽ നല്ല പോളിംഗ് ആണ്. ഉദുമയിലും അങ്ങനെ തന്നെയാണ്. കനത്ത പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരത്തും നല്ല പോളിംഗ് നടക്കുന്നു. 39.20 കാസർഗോഡ് ജില്ലയിലാകെ 12 മണി വരെയുള്ള പോളിംഗ്. ഇപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 39.2% ആളുകൾ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിൽ ആകെ. അത് കാസർഗോഡും മഞ്ചേശ്വരത്തും ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരിലും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ചില ദൃശ്യങ്ങൾ കാണുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യർ അവിടെ പുത്തിലോട്ട് AUP സ്കൂളിലെ ബൂത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞു അവിടെ വന്നതാണ്. അവിടെ കള്ളവോട്ട് നടക്കുന്നു എന്നായിരുന്നു UDFന്റെ ആരോപണം. അതിനിടെയാണ് സന്ദീപ് വാര്യർ ആ ബൂത്തിൽ എത്തിയത്. അവിടെ വെച്ച് പോലീസുമായിട്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായിട്ടും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. സന്ദീപ് വാര്യർ അവിടെ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് LDF ആരോപിക്കുന്നത്. കേരളത്തിലാകെ 40.02% എന്നുള്ളതാണ് 12 മണി വരെയുള്ള കണക്ക്. ഇപ്പോൾ അതിന് മുകളിലേക്ക് എന്തായാലും പോളിംഗ് എത്തിക്കഴിഞ്ഞു. ഉച്ചയോടുകൂടി 50% അടുത്തേക്ക് പോളിംഗ് എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഒരേ സ്ഥിതി തന്നെയാണ്. ഭരണമാറ്റത്തിന് വേണ്ടിയാണോ അതോ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണോ വോട്ട് ചെയ്യുന്നത് എന്നത് മാത്രമേ ഇനി അറിയുവാൻ ബാക്കിയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം തിരികെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.